ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാനാണ്. എൻ്റെ കണ്ണിലെ ദൃശ്യമായിട്ട് കണ്ടതാണ്. നമ്മുടെ രേണുസുതിയായിട്ടൊക്കെ ഒരുപാട് ഡാൻസും പിന്നെ ആൽബങ്ങളും ഒക്കെ ചെയ്ത ഈ പ്രതീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അപ്പോൾ അത് എനിക്ക് വായിച്ചപ്പോൾ അത്ര രസിച്ചില്ല. ആ പോസ്റ്റ് ഇട്ട് അതും എഴുതിയതൊന്നും അത്ര രസിച്ചില്ല. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ കൊടുക്കാം. അത് ഞാനൊന്ന് ആദ്യം വായിക്കാം കേട്ടോ. വായിച്ചിട്ടാണല്ലോ കൊടുക്കേണ്ടതല്ലേ, നമ്മൾ കൊടുക്കേണ്ടത് കൃത്യസമയങ്ങളിൽ കൊടുക്കണം. അതല്ലെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ പോസ്റ്റ് ഞാനൊന്ന് വായിക്കട്ടെ. ഇന്ന് ഞാൻ രേണു ചേച്ചിയെ കാണാൻ പോയിരുന്നു. എന്നാൽ അവരെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ പോണ്ടായിരുന്നു എന്ന് വരെ തോന്നി. ആണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ പോയത്? ക്യാൻസർ രോഗമായിട്ട് ബാധിച്ച് കിടക്കുന്നവർ കുറച്ച് കഷ്ടപ്പാടും വേദനകളെല്ലാം, കുറച്ചല്ല നല്ല അധികം കഷ്ടപ്പാടും വേദനകളും അനുഭവിക്കുന്നവരാണ്. എന്തിനാ പിന്നെ കാണാൻ പോയത് എൻ്റെ പൊന്നു സുഹൃത്തേ, പ്രതീക്ഷേ. ഓക്കെ, അടുത്ത വരി ഞാൻ വായിക്കാം. അവരെ ഞാൻ ചിരിച്ച മുഖത്തോടെ അല്ലാതെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് നേരാവണ്ണം എഴുന്നേറ്റിരിക്കാൻ സാധിക്കാതെയാണ് അവർ കിടക്കുന്നത് അല്ലേ? അപ്പോൾ അതറിയില്ലായിരുന്നു നേരത്തെ. ഈ ചിരിച്ച മുഖത്തോടെ എന്ന് പറഞ്ഞാൽ അവർ കരഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാരണം അവരെ വിമർശിച്ച സമയങ്ങളിൽ അവർ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴാണോ കണ്ടത് അല്ലേ? എന്തോ ആയിക്കോട്ടെ, നിനക്കങ്ങനെ പറയണമെന്ന് തോന്നി പറഞ്ഞു. ഞാനത് ഇങ്ങനെ എനിക്കും പറയണമെന്ന് തോന്നി, ഞാനും പറഞ്ഞു. ഓക്കെ, അവർ അവിടെ കിടപ്പുണ്ട്. ഇത് എൻ്റെ അവസാന പോസ്റ്റാണ്. എന്തേ ഇനി ഇടുന്നില്ലേ? നിർത്തിയോ? കഷ്ടമായിപ്പോയി കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത് കാണാം. രേണു ചേച്ചി, ഇതാ എൻ്റെ അവസാനത്തെ പോസ്റ്റാണ്. ചേച്ചിയെക്കുറിച്ച് പ്രിയപ്പെട്ട രേണു ചേച്ചി, ഇന്ന് ഞാൻ നിങ്ങളോട് കുറേ നേരം സംസാരിച്ചു. അതിലൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതെന്താണാവോ? കുറച്ചധികം സംസാരിക്കാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തപ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്തിനാ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയതൊക്കെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തന്നെയാണ് ഇത്രയും വിമർശനങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് എന്തൊരു ന്യായീകരണം. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. തിരിച്ചു വരാൻ എനിക്ക് സാധിക്കില്ല. ഇനി എൻ്റെ മുടി പോയി, ആരോഗ്യം പോയി, ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയാൽ മതിയെന്ന്. അത് ശരി. എന്തിനാ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും അവരെ വേദന കൊണ്ട്. അത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പോസ്റ്റ് എഴുതി ഇങ്ങനെ പബ്ലിക്കിലിടേണ്ട ആവശ്യമുണ്ടോ? നല്ല ആഘോഷിക്കുകയാണല്ലേ. ആഘോഷിച്ചോ. നിങ്ങളൊന്നും ഓർക്കണം, ഒരു കാലത്ത് നിങ്ങളെ വെറുത്തവർ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ശരിയാണ് കേട്ടോ. അത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ടല്ല, അവർക്ക് ഈ ഒരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും മനുഷ്യത്വം ഉള്ളത് കൊണ്ട് അവർ സ്നേഹിക്കുകയാണ് കേട്ടോ. മനുഷ്യത്വം എന്നൊരു സംഗതിയുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ എടുത്തിങ്ങനെയിട്ട് താലോടെ ആടിയില്ലേ, അപ്പോഴ് അവരെ വിമർശിച്ചു. അതിനെല്ലാം കാരണക്കാരും നിങ്ങളും കൂടെയാണ് അല്ലേ? അപ്പോൾ വിമർശിച്ചു, ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അതിനെന്തേ വല്ല അസൂയയും വഞ്ചകവും കുശുമ്പും ഒക്കെ തോന്നുന്നുണ്ടോ മനസ്സിൽ? എന്തെങ്കിലും ആവട്ടെ അല്ലേ. അടുത്തിട്ട് വായിക്കാം. നിങ്ങളുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുണ്ട്. എന്തിനാണാവോ ഈ കാത്തിരിക്കുന്നത്? ഇനിയും താലോലം ആടാനാണോ? വെറുതെ വിട്ടേക്ക്. അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കുകയാണ്. പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാമായിട്ട്. അഥവാ അവർക്ക് അഭിനയിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അവർ അഭിനയിച്ചോട്ടെ. എന്നാൽ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങളെപ്പോലുള്ളവർ വന്ന് താലോലം ആടാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് പോവാം. അടുത്ത്, ഒരു ധൈര്യത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവണം. എന്നും ചിരിച്ച് കണ്ട നിങ്ങളെ ഇങ്ങനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. നല്ലത് മാത്രം നിങ്ങൾക്ക് വരട്ടെ. ആണോ? സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇതുപോലെയാണോ ക്യാൻസർ രോഗത്തിലെ അവസ്ഥപ്പെടുന്നവർ? അന്ന് നിങ്ങൾ എല്ലാവരും കൂടെ കളിച്ച് ചിരിച്ചപ്പോൾ ഇന്ന് രേണുസുതി ഇങ്ങനെ ഒരു അവസ്ഥയിലാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് വേറൊരു സത്യമാണ്. ഇന്ന് അവരുടെ കൂടെ ജനങ്ങളെല്ലാവരും നിൽപ്പുണ്ട്. അവർക്ക് അതുപോലത്തെ ഒരു അസുഖം ആയതുകൊണ്ട് പിന്നെ ഇത്രയും സങ്കടപ്പെട്ട് ഇങ്ങനെ പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അവർ വരും, തിരിച്ചു വരും. അങ്ങനെ ഇത്ര അങ്ങ് ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ലടോ.
തനിക്ക് അങ്ങനെ വല്ല ആഘോഷിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്നിരുന്ന് ആഘോഷിക്കുക. ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ആഘോഷിക്കേണ്ട കാര്യമില്ല. അവരെന്തായാലും തിരിച്ചു വരും, അത് ഉറപ്പാണ് കേട്ടോ. അയ്യോ, ആരോഗ്യം പോയി, മുടി കൊഴിഞ്ഞു, എന്തൊക്കെയാണോടോ ഇങ്ങനെ? മനുഷ്യനാണോടാ താൻ? അവളെ വെച്ച് കുറേ പണം ഉണ്ടാക്കിയതല്ലേ, അതൊക്കെ എടുത്തു വെച്ച് തിന്നാൻ നോക്കുക ആദ്യം. പോയിരുന്നു പോടാ, വേറെ ജോലിയില്ലായി. സത്യം പറഞ്ഞ സങ്കടമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഈ രേണു, സത്യം പറഞ്ഞ എനിക്ക് സങ്കടമുണ്ട്. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിന് അവരിപ്പം ജീവിക്കുകയാണ്. അവരുടെ വേദന, കഷ്ടപ്പാട് അതെല്ലാം ഇങ്ങനെ വന്നിരുന്ന് പബ്ലിക്കിൽ വിളിച്ച് പറയേണ്ട ആവശ്യം. പോയി കാണുക, വരിക, അത്രയും തന്നെയുള്ളൂ. ഇത് ഇതിൻ്റെ ഇടയിൽ അവരുടെ അവസ്ഥയെല്ലാം കൂടെ നാട്ടുകാരുടെ മുന്നിലേക്ക് അങ്ങ് വലിച്ചഴച്ചങ്ങ് ഇട്ട് കൊടുക്കുക. അവർ ചിരിച്ച മുഖത്തോടെ നീ കണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ വെച്ചേക്കണം. അതെന്തിനാടാ പുറത്ത് ഇട്ട് കൊടുക്കുന്നേ? ഇനി ഒരു കണ്ടന്റ് എനിക്ക് ഇങ്ങനെ ഉപയോഗിക്കാനോ? വേറെ ജോലിയൊന്നും ഉള്ളൂല്ലേടാ, നന്നാവാത്ത അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇന്ന് അവന് കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്. നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കല്ലേ. രേണുസുധിയുമായി ബന്ധപ്പെട്ട് അവരെ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അവരുടെ സങ്കടങ്ങളെല്ലാം എനിക്കറിയാം. അവരടുത്ത് നിൽക്കുന്നില്ലെങ്കിലും, അവരെ അടുത്ത് ചെന്ന് കാണുന്നില്ലെങ്കിലും അവരുടെ വേദനകളൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ വേദനകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരാവശ്യവുമില്ല. അതിൽ പറഞ്ഞിരിക്കായ അവരിനി തിരിച്ച് വരില്ല എന്ന്. തലമുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഭംഗിയില്ലേ? കാണാനൊരു ചന്തമില്ലേ? അവർക്കുള്ള ചന്തം മതി, അവരെ കാണാൻ ഭംഗിയുണ്ട്. എന്തെങ്കിലും ആവട്ടെ, ഇനി മേലാൽ ഇങ്ങനെയുള്ള പോസ്റ്റുമായിട്ട് ഇങ്ങോട്ട് കയറി വരരുത്. കണ്ടാൽ ഞാൻ ഇതുപോലെ എടുത്തു വെച്ച് നന്നായിട്ട് കൊട്ടിട്ട് തരും കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും വീഡിയോസ് കാണുക. പുതിയതായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ, ഞാൻ എന്തായാലും ഇച്ചിരി റോങ് ആയിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.